ഹായ് ഫ്രണ്ട്സ്, ഗോ ഗ്രീൻ വിത്ത് ടിവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ 8 മാസമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ 8 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്തൊരു വാഹനമാണ്. ഇതുവരെ അതിന് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു പോരുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കൺസ്യൂമർ കോർട്ടിൽ പോയിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടായിരുന്നു. അതായത് ഈ വണ്ടിയുടെ പുറത്തൊരു റീത്തൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ എന്തായിരുന്നു പ്രശ്നം ശരിക്കും? ഞാനിത് കൊട്ടാരക്കര കരിക്കം മുത്തൂറ്റ് ടാറ്റയിൽ നിന്ന് എടുത്തൊരു വാഹനമാണ്. 22/8/2024 8 മാസം എടുത്ത വണ്ടിയാണ്. 22/8/2024 എൻ്റെ ഒരു സുഹൃത്ത് അവിടെ എക്സിക്യൂട്ടീവായിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 പേര് ചേർന്നിട്ട് എനിക്ക് തന്നൊരു വാഹനമാണ്. ഡെലിവറിയൊക്കെ വളരെ സാധാരണ പോലെ വളരെ ഗംഭീരമായിരുന്നു. കേക്കൊക്കെ മുറിച്ച് തുണിയൊക്കെ കവറൊക്കെ ഇട്ട് റിബണൊക്കെ കെട്ടി ആ ഭാഗങ്ങളെല്ലാം ക്ലിയർ കൂടി അല്ല ആഘോഷപരമായിട്ട് തന്നെ അവർ എനിക്ക് തന്നൊരു വാഹനമാണ്. ഞങ്ങൾ ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. വീട്ടിൽ വന്നിട്ട് എന്നാൽ പിന്നെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോകണം, നിലവിലൊരു മാല ഇട്ടിരിക്കുകയല്ലേ, മാല ഊരി കളയാമെന്ന് കരുതിയിട്ട് ഊരാമെന്ന് കരുതി ബോണറ്റ് പൊക്കി നോക്കുമ്പം ശരിക്കും നമ്മുടെ കാഴ്ചപ്പാട് പുതിയൊരു വണ്ടി, കാഴ്ചപ്പാടിൻ്റെ പുത്തൻ വണ്ടിയാണല്ലോ, ഷോറൂമിൽ നിർത്ത വണ്ടി. അതിൻ്റെ ഇതാണ് ടാറ്റ ടിയാഗോ EV XZ Plus എന്ന് പറയുന്ന മോഡലാണ്. വണ്ടി വില 11,35,000. 9 ലക്ഷം രൂപ ഫിനാൻസ് ഇട്ടുണ്ട്. ശരിക്കും ഈ ഫിനാൻസ് തീരുമ്പോഴേക്കും 15 രൂപയുടെ പണിയാവും ഈ സംഭവം അതിൻ്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബോണ്ട് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സാധനങ്ങൾ, പാർട്സുകൾ നമ്മൾ എന്താണ് മനസ്സിൽ കണ്ടത് അതിന് നേരെ വിപരീതമായിട്ട് എല്ലാ സാധനങ്ങളും ദ്രവിച്ച് തുരുമ്പും പിടിച്ച് ദ്രവിച്ച് അഴുക്ക് കയറി നശിച്ച അവസ്ഥയിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നെ നമ്മളവരെ വിളിച്ച് വിവരം പറഞ്ഞു. അവർ വാഹനം കാണണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസം വാഹനം കൊണ്ട് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു പണികളൊന്നും ചെയ്ത് കാണാൻ വേണ്ടി തന്നാൽ എനിക്ക് ഈ വാഹനം വേണ്ട, വാഹനം മാറി പുത്തൻ വാഹനം തരണമെന്ന് പറയുകയും ചെയ്തു. ഇത് വണ്ടി എടുത്ത് എത്രാം ദിവസമാണ് ഇത് കാണുന്നത്? വണ്ടി എടുത്ത് ആ ദിവസം തന്നെ, വൈകുന്നേരം തന്നെ, പിറ്റേ ദിവസം തന്നെ അവരെ വിളിച്ച് വിവരം ധരിപ്പിച്ചിട്ട് അവർ കൊണ്ടുതരാൻ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ 2 മണിക്കൂർ സമയം കൊടുത്തിട്ട് ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിട്ട് പോവുകയും തിരികെ വരുമ്പോഴേക്കും അവരുടെ സംസാരത്തിൽ സംശയം തോന്നി നമ്മൾ വണ്ടിയുടെ ബോണറ്റ് വീണ്ടും അവിടെ തന്നെ തുറന്നു നോക്കി. പിറ്റേ ദിവസം എടുക്കാൻ ചെന്ന സമയത്തേക്ക് തുറന്നു നോക്കുമ്പോഴേക്കും ശരിക്കും നമ്മളെ മണ്ടനായിക്കൊണ്ട് തന്നെ വീണ്ടും അവർ ചെയ്യാവുന്ന പണികളെല്ലാം ചെയ്ത് ഗ്രൈൻഡിങ്ങും പോളിഷിങ്ങും എല്ലാം ചെയ്ത് ഒരു പാർട്സിനെ ഒരു പെയിൻറ്റും അടിച്ച് തുരുമ്പായിട്ട് വലുതായിട്ട് കാണപ്പെടുന്ന പാർട്സിനെ പെയിൻറ്റും ഒക്കെ അടിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് സംഭവം. അപ്പോൾ ചോദ്യം ചെയ്തതിൽ അവർക്ക് വേറെ ചെയ്യാനില്ല. ഇനി കൊല്ലത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അവർ കൊല്ലത്ത് വിളിച്ചു കൊണ്ടുചെല്ലാൻ പറഞ്ഞു. അങ്ങനെ വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ ഈ വണ്ടി കൊടുത്തിട്ട് പോകുന്ന ശരിക്കും ഒരു ധൈര്യം എന്ന് പറയുന്നത് ക്യാമറയുണ്ട്, ഡാഷ് ക്യാം അവർ തന്നെ വെച്ച ഡാഷ് ക്യാം ഉണ്ട്. വണ്ടി കയറി നോക്കുമ്പോൾ ഡാഷ് ക്യാം ഊരിയിട്ടിരിക്കുകയാണ്. അവർക്ക് തിരിച്ച് കണക്ട് ചെയ്യാൻ മറന്നുപോയി. പവർ സപ്ലൈ ഊരിയിട്ടിരിക്കുകയാണ്. അത് വീണ്ടും ചോദ്യം ചെയ്തു. അവർ ഊരിയിട്ടതാണ്, പിന്നെ അതിന് വേറെ കാര്യമൊന്നുമില്ല. അപ്പം തിരിച്ച് വീണ്ടും കൊല്ലത്ത് കൊണ്ടുപോയി അവരെ കാണിച്ചു. അവരും കാര്യങ്ങളെല്ലാം പറഞ്ഞതിനൊടുവിൽ ഈ ചെയ്തു വെച്ചേക്കുന്നത് കൂടുതൽ അവർക്ക് വേറെ ചെയ്യാനില്ല. പാർട്സുകളൊക്കെ വേണമെങ്കിൽ വീണ്ടും നമ്മൾ പറയുന്ന പാർട്സുകൾ മാറാൻ ശ്രമിക്കാം, മാറിത്തരാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ആവശ്യമല്ല, നമുക്ക് പുത്തൻ വാഹനം വേണമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ വീണ്ടും വാഹനം കൊണ്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്കും അവർ യാർഡെല്ലാം പോയിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും ഒന്നുകിൽ ഇത് നേരത്തെ ഫ്ലഡിൽ എന്തോ പെട്ട ഒരു വാഹനം ആണെന്നതുപോലെയും, അല്ലെങ്കിൽ ഇതിൽ കിടന്നിട്ട് അലക്ഷ്യമായിട്ട് യാടി കിടന്ന് നശിച്ചു പോയ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. ഇത് മാനുഫാക്ചറിങ് നോക്കിയായിരുന്നു എന്നാണ്. അതിനുശേഷം മാനുഫാക്ചറിങ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങളായി മാനുഫാക്ചറിങ് ഒക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒന്നാം മാസം ജനുവരി 1-ാം മാസം അവർക്ക് വന്ന വാഹനമായിട്ടാണ് ആ പേപ്പറിനകത്ത് കാണുന്നത്. വണ്ടി TP മാത്രമേ ഉള്ളൂ, TP മാത്രമേ നമുക്ക് എടുത്തിട്ടുള്ളൂ, രജിസ്റ്റർ ചെയ്തിട്ടില്ല വണ്ടി. 8-ാം മാസമാണ് നമുക്ക് തരുന്നത്. ശരിക്കും നമ്മളെ പറഞ്ഞു 8 മാസത്തെ പഴക്കമുണ്ട്. 8 മാസത്തെ പഴക്കം എന്ന് പറഞ്ഞാൽ അലക്ഷ്യമായിട്ട് സൂക്ഷിച്ച അല്ലെങ്കിൽ എന്തോ സംഭവിച്ചതിൻ്റെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അതാണ് ഇത്തരം പ്രശ്നങ്ങൾ. പിന്നെ അതിനുശേഷം നമ്മൾ ഓരോ ഭാഗം പരിശോധിച്ച് നോക്കുമ്പം അടിഭാഗം മൊത്തം ദ്രവിച്ച് കിടക്കണം. ഒരുപാട് പാർട്സുകൾ ദ്രവിച്ച് കിടക്കുന്നു. അകത്ത് സീറ്റിനടിയിലെ സ്പ്രിങ്ങുകൾ കുറേ ഭാഗങ്ങൾ ദ്രവിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ പലപ്പോഴായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് നോക്കി, രക്ഷയില്ല. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും സർവീസ് ചെയ്യാനും വർക്ക്ഷോപ്പിൽ കൊടുക്കാനുമാണ് അവർ പറയുന്നത്. നമുക്ക് വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ താല്പര്യമില്ല, വാഹനം മാറി കിട്ടണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. മാറി കിട്ടുന്നതിൽ കാര്യമൊന്നുമില്ല. പിന്നെ കൺസ്യൂമർ കോർട്ടിൽ കേസിന് പോവുകയാണ് ചെയ്തത്. കേസിന് പോയതിന് ശേഷം അവർക്ക് പ്രത്യേകിച്ച് റെസ്പോൺസും ഇല്ല. നമ്മളതിനെക്കൂടെ ടാറ്റയ്ക്ക് ഒരു അറിയിച്ചു, ടാറ്റയുടെ കസ്റ്റമർ കെയറിനെ അറിയിച്ചു, മെയിൽ അയച്ചു, വക്കീൽ നോട്ടീസൊക്കെ അയച്ചു. പക്ഷേ അവരെല്ലാം വിളിക്കും, ഹയർ അതോറിറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്തെന്ന് പറയും. പക്ഷേ ഹയർ അതോറിറ്റി എന്തോ കേസ് കൊടുത്തിട്ട് ഇപ്പോൾ കേസ് കൊടുത്തിട്ട് ഏകദേശം ഒരു 5 മാസമായി. കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പോരാത്തിന് കൊട്ടാര കോടതിയിൽ നമ്മൾ പോന്നിട്ട് സ്റ്റേഷനിൽ കൊടുത്തിട്ടൊന്നും ഒരു കേസ് എടുക്കുന്നില്ല. ഇവർ വലിയ കക്ഷികളായതുകൊണ്ടായിരിക്കാം കേസ് എടുക്കാതെ വിട്ടു. പിന്നെ അതിൻ്റെ ഹയർ അതോറിറ്റി പോയി അവിടെ നിന്ന് അവർ നോക്കിയെങ്കിലും കേസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ അല്ലാതെ CMP ഫയലിലായിട്ട് കൊട്ടാരക്കര കൊടുത്തിട്ടുണ്ട് കോടതിയിൽ. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ വാഹനം യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടില്ല.
ആ ദിവസം കൊണ്ടുവന്ന് കയറ്റിയിട്ട് വാഹനമാണ്. എത്ര കിലോമീറ്റർ ആയി ഇതിപ്പോൾ മൊത്തത്തിൽ കോടതി പോലീസ് സ്റ്റേഷൻ അങ്ങനെ ഇങ്ങനെ എല്ലാം ഓടിയതുകൊണ്ട് 718 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ചാർജ് ചെയ്തിട്ടിരിക്കണം, വണ്ടി ചാർജ് ചെയ്ത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പുത്തൻ വാഹനം എന്ന രീതിയിൽ കൂടി ഇത്രയും ദ്രവിച്ചൊരു വാഹനം ഓടിച്ചുകൊണ്ട് നടക്കാം. ആക്സിലൊക്കെ കാരണം നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ആക്സിലിൻ്റെ ആ സാധനങ്ങളൊക്കെ ദ്രവിച്ചിരിക്കുകയാണ്, തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. എനിക്കൊന്ന് 8 മാസത്തോളം യാർഡിൽ കിടന്ന് ശ്രദ്ധിക്കാതെ. പക്ഷേ ആയിരിക്കും എന്താ, പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ യാർഡിൽ കിടന്നാൽ ഇങ്ങനെ ആവുമെന്ന് നമുക്കറിയത്തില്ല. ഇനി എന്താ സംഭവം അവർക്കെല്ലാം അറിയുള്ളൂ. അല്ല, ഇവരിപ്പം നമ്മളിപ്പം പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇവർ ഓപ്പൺ സ്പേസിലായിരിക്കും വണ്ടി കണ്ടവാനം കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത്. പുതിയ വാഹനങ്ങളാണേലും അതൊക്കെ പൊടി പിടിച്ച് വൃത്തികേടായിട്ടായിരിക്കും കിടക്കുന്നത്. നമുക്ക് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴായിരിക്കും ഇത് വൃത്തിയാക്കി തരുന്നത്. പല വാഹനങ്ങളും അങ്ങനെയാണ്. അപ്പം ഒരുപക്ഷെ അവർ ഈ പുറമേ നിന്നെല്ലാം വൃത്തിയാക്കി അകത്തുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തില്ല. ഒരുപക്ഷെ മറന്നു പോയതായിരിക്കാം, ഇല്ലെങ്കിൽ എന്തും ആകാമെന്നുള്ളൊരു ധാർഷ്ട്യമായിരിക്കാം. അത് ഇതിപ്പം അതായത് ഇത് ക്ലീൻ ചെയ്താലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല ഇത്. കാരണം ക്ലീൻ ചെയ്ത് തീരുന്ന കേസല്ല. കാരണം ക്ലീൻ ചെയ്താൽ ഒരു അഴുക്കാണെങ്കിൽ ക്ലീൻ ഇവര് PDI ഒക്കെ ചെയ്തിട്ടല്ലേ ഈ വണ്ടി തരുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് ഇത് തുറന്നു നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ അറിയാൻ പറ്റണമല്ലോ. PDI ചെയ്തിട്ടുണ്ടാകത്തില്ല. PDI നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ ഒരു ആൾക്കാരെ ഒപ്പം ഇടിച്ച് വാങ്ങിക്കും PDI ചെയ്യുന്നു. പക്ഷേ ശരിക്കും PDI ചെയ്താൽ പലർക്കും അറിയണമെന്ന് തന്നെ നിർബന്ധമില്ല. അവർ PDI ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, തുറന്നതെല്ലാം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. നമുക്കത് പറ്റില്ല. അങ്ങനെ ഒരു വിശ്വാസം എന്നൊരു സംഭവം നിലനിന്നത് കൊണ്ട് പുതിയ വണ്ടി, പുതിയ വാഹനം, പല വാഹനങ്ങളും എടുത്തിട്ടുണ്ട്. ഇത് ടാറ്റയിൽ നിന്ന് എടുത്ത ഈ വാഹനം ആദ്യത്തെ സംഭവമാണ്. പിന്നെ ഇതിനകത്ത് കൂടുതലുള്ള വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെയാണ്, ഇത്രയൊക്കെ ആണെങ്കിൽ പോലും മറ്റേത് വാഹനമായിരുന്നെങ്കിലും ഇങ്ങനൊരു വിഷയം ഉണ്ടെന്ന് എൻ്റെ കമ്പനി അറിയുമ്പോൾ, ഡീലർ എന്ത് കാര്യം ചെയ്താലും എൻ്റെ കമ്പനി അറിയുമ്പോൾ അവർ മര്യാദയ്ക്ക്, എൻ്റെ പഴയ വാഹനങ്ങളെല്ലാം ഉള്ളതിനകത്ത് ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, അപ്പോഴത്തന്നെ അത് ഡീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ടാറ്റയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്രയും വലിയൊരു ഗതികേട് ഉണ്ടായെന്നുണ്ട്. കാരണം നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോയ ഒരു സാധനമാണ്, ആഗ്രഹിച്ച് എടുക്കാൻ പോയ ഒരു സാധനമാണ്. ഈ പറഞ്ഞ 6 മാസം ആയതിനൊക്കെ പോലും ഒരാൾ പോലും ടാറ്റയിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല. സംഗതികളെ പറ്റി അവർ വിളിച്ചിട്ട്, നമ്മൾ വിളിച്ചവരോട് പറയുമ്പോൾ അവർ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ യാതൊരു ഡീലറുടെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലായില്ല, അവരുടെ നിലപാട് മനസ്സിലായല്ലോ. മറ്റേത് ഇതുപോലെയാണ് സംഭവം. അപ്പോൾ വീണ്ടും ആൾക്കാർ ഇത് എടുക്കാൻ പോകുമ്പോൾ ശരിക്കും ഇത് തന്നെ ഇത്തരം സാധനങ്ങൾ വാങ്ങണമെന്നുള്ളത് ആലോചിച്ച് നോക്കണം. നമ്മളിത് വാങ്ങി കൊണ്ടു നടക്കുന്നുണ്ടാകുന്നല്ലോ വീണ്ടും വീണ്ടും സാധനം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറങ്ങി കൊണ്ടു നടക്കുന്നവർക്കറിയാം ഇതിൻ്റെ തൊട്ട് ബുദ്ധിമുട്ടെന്നാണ്. ഒരു സർവീസിൻ്റെ ചെല്ലുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വാറണ്ടി ഉണ്ടെന്ന് ശരിക്കും പറയുന്നു. വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ 6 മാസമായിട്ട് നമ്മൾ കിടന്ന് ബുദ്ധിമുട്ട്. ഏത് രീതിയിൽ അതിൻ്റെ വാറണ്ടി എങ്ങനെയാണ് തരുന്നത്? അല്ലെങ്കിൽ ആരിതിനകത്ത് ഈ പറഞ്ഞ ഡീലർ മാത്രമാണെങ്കിൽ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇവരിപ്പോൾ ഇത്രയും പഴക്കം തോന്നുന്ന ഒരു വാഹനം അവർ ഹാൻഡ് ഓവർ ചെയ്തു, അടുത്ത ദിവസം തന്നെ നമുക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്താ പറയുന്നത്? വണ്ടി മാറി തരാമെന്നാണോ? അവർ സംബന്ധിച്ചോളം നമ്മുടെ പൈസ അവരുടെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ ഇതിനി മാറി തരുന്നൊരു ഓപ്ഷനില്ല. വിറ്റ് കഴിഞ്ഞ് ഇനി മാറി തരുന്ന ഓപ്ഷനില്ല. നന്നാക്കി തരും, വേണമെങ്കിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ചോണമെന്ന് ഒറ്റ കണ്ടീഷനാണ് പറഞ്ഞത്. അതാണ് അവരുടെ ഒരു പോളിസി എന്ന് പറഞ്ഞത്. പിന്നെ ജനങ്ങളും ഇതിനങ്ങ് തയ്യാറായിട്ടുണ്ട്. അതായത് വേറൊന്നുമില്ല, നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാറി കിട്ടാത്തൊരു സാധനമാണ് വാഹനം. നമ്മളൊരു വാഹനം കണ്ടു, അല്ലെങ്കിൽ എന്തൊരു സാധനം നമ്മൾ കണ്ടു, ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന സാധനം, പുതിയ സാധനം ചോദിച്ചാൽ പുതിയ സാധനം തന്നെ തരണം. അല്ല, നമ്മളിപ്പോൾ 8 മാസം പഴക്കമുള്ള വാഹനമാകുമ്പോൾ ഒന്നെങ്കിൽ നമ്മളെ ബോധ്യപ്പെടുത്തണം. 8 മാസം ഞാൻ മുൻ പറഞ്ഞിട്ടുണ്ട്, 8 മാസം പഴക്കമുള്ള വാഹനം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം. അഥവാ ഇനിയും അത് തന്നെയല്ല, അത് തരുമ്പോൾ അത് വൃത്തിയായിട്ട് ഒരു ഫ്രഷ്നസ് കീപ്പ് ചെയ്ത് തന്നെ വേണം തരാൻ. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. അതിൽ ഷോറൂം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവർ ആ ഷോറൂമിൽ ഇപ്പോൾ പുതിയ വണ്ടി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ ഇവർ PDI കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബോണറ്റ് തുറക്കുമ്പോഴും മറ്റുമൊക്കെ ഇത് കാണണമല്ലോ, ഈ റെസ്റ്റ് ആയിട്ടിരിക്കുന്ന സാധനങ്ങളും ഈ പൊടിയും മറ്റും അവർ കാണണം, അത് വൃത്തിയാക്കി വേണം തരാൻ. പിന്നെ നമുക്ക് മാത്രമല്ല അറിയുള്ളൂ ഈ വണ്ടിക്ക് കുഴപ്പമുണ്ടെന്നുള്ളത്. അറിയാത്ത ആൾ നമ്മളല്ലേ ഉള്ളൂ. അവർക്ക് ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ വളരെ ഗ്രാൻഡായിട്ടല്ലേ ഇനാഗുറേഷൻ നടത്തിയതെന്ന് പറഞ്ഞാൽ. വീട്ടിൽ വന്നതിന് ശേഷമല്ലേ നമുക്കിത് ബോധ്യപ്പെടുന്നു, അല്ലെങ്കിൽ നോക്കിയപ്പോഴല്ലേ ബോധ്യപ്പെടുന്നു പറഞ്ഞു. അത് അവർക്കറിയാം. അതുകൊണ്ടാണല്ലോ അവർ അങ്ങനെ തന്നെ ചെയ്ത് തരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. നമ്മളിപ്പം എപ്പോഴും പറയാറുണ്ട്, കസ്റ്റമറാണ് രാജാവ്, കസ്റ്റമറെ മാനിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു സംഭവം നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് അങ്ങനെ ഉണ്ട്, അങ്ങനെയുള്ള കമ്പനികളുണ്ട്. പക്ഷേ ഇവർക്ക് അങ്ങനെ ഇല്ല. കാരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞാൽ അവർക്ക് കസ്റ്റമറാണ് അവരുടെ കിങ് എന്നുള്ള ഒരു സംഭവം അവർക്കില്ല. അവർക്ക് ഇത് വിറ്റ് കഴിഞ്ഞാൽ സംഭവം. ഇനിയിപ്പം അല്ലെങ്കിൽ ഇനി ടാറ്റ ചിലപ്പോൾ പക്ഷേ ടാറ്റയുടേതായ ഒരു ഷോറൂം ഡയറക്റ്റ് തുടങ്ങുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ മര്യാദ കിട്ടിയെന്നിരിക്കും. നമ്മുടെ ഒരു കസ്റ്റമറല്ലേ ഇന്ന് അവർക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു തോന്നലൊന്നുമില്ല. ഞാനവിടെ രണ്ടാമത് സമയത്ത് അവിടുന്ന് ഈ വാഹനം വാങ്ങിയ ആളാന്ന് പോലും ഒരു ചിന്ത പോലും ഓർക്കില്ല. നമുക്ക് അതിന് എന്തോ ഒരു ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട് പോലെ അങ്ങോട്ട് കയറാനായിട്ട്. കാരണം അവരാരും മൈൻഡ് ചെയ്യില്ല. ഇപ്പോൾ ഇതിൻ്റെ ആ റെസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം അവർ മാറ്റിയിട്ടുണ്ടല്ലോ. അവർ ട്രൈ ചെയ്തു മാറ്റാൻ, പക്ഷേ റെസ്റ്റ് മാത്രം ബാക്കി ഭാഗങ്ങളെല്ലാം ഇപ്പോഴും ദ്രവിച്ച് നാശമായിട്ട് അതുപോലെ തന്നെ കിടക്കുകയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഓക്കെ. അപ്പം അവർ തൽക്കാലം ഒരു തൊലിപ്പുറത്ത് ഒരു ചികിത്സ ചെയ്ത് വണ്ടി നമ്മുടെ തലയിൽ വെച്ച് വിടാനാണ് അവർ ശ്രമിച്ചത്. അത് നമ്മൾ അറിയാതെ. ഓക്കെ. അപ്പോൾ ഇപ്പം ഇതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്നേട്ടാ, എന്താണ് അവസ്ഥയെന്നൊന്ന് കാണണമല്ലോ. ഇത് ഇപ്പം നമുക്ക് 6 മാസമായി വണ്ടി കിട്ടിയിട്ടല്ലേ? ഇപ്പോൾ 6 മാസമായി. ഓക്കെ.
അപ്പോൾ ഇതിപ്പോൾ അവർക്ക് അവർ ഇതൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കണ്ടില്ലേ, എല്ലാം ഫംഗസ് അല്ല, അതെല്ലാം ദ്രവിച്ച്. ഇപ്പോൾ അവർ അതിലെന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെയ്തിട്ട് കാര്യമില്ല, വീണ്ടും പഴയ പോലെ ആയി. അന്ന് ചെയ്തപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടാണ് തന്നത്. അല്ല, അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ ഉണ്ടോ കയ്യിൽ? അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ തരാം. ഓക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ എവിടെയാണ് റെസ്റ്റ് ഉള്ളത്? വേറെ അവിടെ ഉണ്ട്, ഈ ഭാഗത്ത് കണ്ടില്ല, ഇതെല്ലാം ദ്രവിച്ചിരിക്കുന്നു. ഇതാണ്ട് ഇത് കണ്ടില്ല, ഇത് ഒരു ഫ്രഷ്നെസ് ഇല്ല ഇതിന്. ഓൾറെഡി എന്തോ നമ്മൾ പുതിയൊരു വണ്ടിയുടെ ഒരു ഇത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ അത് ഈ ഹൈ വോൾട്ട് കപ്ലർ, അതിനകത്തൊക്കെ എന്തൊക്കെ ലിക്വിഡ് ഇറങ്ങി പോയതായിട്ട് കാണുന്നുണ്ടല്ലേ. ഇനി ഇത് കണ്ട, ഇത് അതിൻ്റെ ഒരു മൗണ്ടുകളാണ്. മൗണ്ടൊക്കെ ദ്രവിച്ച് അടന്നിരിക്കുകയാണ് കണ്ടില്ലേ. ഈ ഭാഗത്ത് റെസ്റ്റ് ഉണ്ട്, മൗണ്ടൊക്കെ അവിടെ റെസ്റ്റ് ഉണ്ട്, അടന്നിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് കണ്ട, ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ വാഷറൊക്കെ ഇരിക്കുന്ന കണ്ട, ഇതാണ്. ഇത് ഇവര് എന്താണ് വൃത്തിയാക്കിയതിന് ശേഷമുള്ള അവസ്ഥയാണല്ലോ. ഇത് വൃത്തിയാക്കിയതിന് ശേഷമുള്ള അവസ്ഥയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിലോട്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാമോ എന്നറിയത്തില്ല. ശരിക്കും ഇതിനിടയ്ക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ദ്രവിച്ചിരിക്കുകയാണ്, റെസ്റ്റ് കയറിയിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ 6 മാസം ഉപയോഗിക്കാതിരുന്നാലും അങ്ങനെ ഒരു അവസ്ഥ വന്നേക്കാം. അല്ല, ഇത് ആ സമയം പോലെ അങ്ങനെ തന്നെ, ആ സമയം പോലെ അങ്ങനെ തന്നെയാണ്. ഓക്കെ. നമുക്ക് നോക്കാം. സീറ്റിൻ്റെ അടിയില്ല, സീറ്റിൻ്റെ അടിഭാഗം എല്ലാം ദ്രവിച്ചിരിക്കുകയാണ്. ഈ ഒരു ഇൻസുലേഷൻ വന്നേക്കുന്ന ഒരു മഞ്ഞ ഇൻസുലേഷൻ വയറിങ്ങിന് എലിയെല്ലാം കട്ട് ചെയ്തിട്ട് അവർ വയറെല്ലാം കപ്ലർ കണക്ഷനൊക്കെ മാറ്റിയിട്ട് ടേപ്പ് അടിച്ചത്. അവിടെ ഇൻസുലേഷൻ വന്നിട്ടുണ്ട് വയറിങ്ങിനെല്ലാം. ഇൻസുലേഷൻ ഉണ്ട്. പിന്നെ അവിടെ തന്നെ കുറേ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്, എന്തോ നെഗറ്റീവ് എർത്ത് എന്തോ കിട്ടാത്തതിന് അവർ സ്പാർക്ക് ചെയ്ത് പുതിയ കണക്ഷൻ എടുക്കുന്നുണ്ടല്ലോ, ഒരു ഗ്രൈൻഡ് ഒക്കെ ചെയ്തിട്ട്. അല്ല, ഇങ്ങനെ മഞ്ഞ ഇൻസുലേഷൻ ശരിക്കും ഉള്ളതാണോ? അല്ല, അത് പുതിയ വണ്ടിയാകുമ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ലെന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. പിന്നെ അറിയൂല അവർ ഇതാ അടിച്ചു വിടുന്ന. പക്ഷെ വേറെ പിന്നെ ഡിക്കി ലോക്ക് എല്ലാം കണ്ടു, ഡിക്കി ലോക്ക്. ഇനിയുള്ളത് ആക്സിലാണ്. അതിൻ്റെ ആക്സിലൊക്കെ ഞാൻ ഫോട്ടോ എടുത്തരാം. ഫോട്ടോ കിടപ്പുണ്ടല്ലേ? അവിടെ അതെല്ലാം തുരുമ്പായിരുന്നു. മൊത്തത്തിൽ നമുക്ക് ഒരു 8 മാസം പഴക്കമുള്ള വണ്ടി യാതൊരു രീതിയിലും പരിപാലിക്കപ്പെടാതെ പൊടിയും പിടിച്ച് മഴയത്തും വെയിലത്തും കിടന്നൊരു വണ്ടി ആ ഒരു അവസ്ഥയിൽ പുറം മാത്രം ഒന്ന് കഴുകി വൃത്തിയാക്കിയാണ് കിട്ടിയത്. ഓക്കെ. അപ്പം സ്വാഭാവികമായിട്ടും ചിലപ്പം 3 മാസം 4 മാസമൊക്കെ വണ്ടി കിടക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും PDI ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തം ഒന്ന് വൃത്തിയാക്കിയാണ് പലപ്പോഴും വണ്ടി ഒരു പുറമേ ഉള്ളൊരു ഫ്രഷ്നസ് അല്ല, ഉള്ളെല്ലാം വൃത്തിയാക്കിയാണ് അവർ തരേണ്ടത്. അത് ഇവിടെ സംഭവിച്ചിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇപ്പം എന്താണ് അവസ്ഥ? അവർ കൈ ഒഴിഞ്ഞു പൂർണ്ണമായി. നമ്മൾ കേസ് കൊടുത്തതുകൊണ്ട് പിന്നെ ഇനി കേസ് നടക്കുന്ന വഴിക്ക് കാര്യങ്ങൾ പോട്ടെന്നായിരിക്കും അവർ ധരിച്ചിരിക്കുന്നത്. വേറെ നിലവിൽ ഇതുവരെ ആരും ബന്ധപ്പെടുകയും അല്ല. ആ ഇൻസുലേഷൻ്റെ കാര്യം അവരോട് ചോദിച്ചില്ല, എന്താണ് അങ്ങനെ ഇൻസുലേഷൻ? ഇതെല്ലാം ഇതിനകത്ത് ഇങ്ങനെ വരുന്നെന്ന് പറയുന്നു. ഓക്കെ. ഇപ്പം ഞാനിപ്പം എൻ്റെ വണ്ടിയുടെ ഞാനൊന്ന് നോക്കിക്കോട്ടെ ഇങ്ങനെ തന്നെ ആണോ എന്നുള്ള കാര്യം. നമ്മുടെ കോ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെയാണ് അത് വരുന്നത് അല്ലേ, ആ ഇൻസുലേഷൻ വരുന്നത്. ഓക്കെ. എൻ്റെ വാഹനത്തിനും ചെറിയൊരു ഇൻസുലേഷൻ ഉണ്ട്, പക്ഷേ സ്ലീവ് ഒന്നും പൊട്ടിച്ചിട്ടൊന്നുമില്ല. ആ ഇൻസുലേഷൻ വളരെ ചെറിയൊരു സ്ഥലത്തേ ഉള്ളൂ, പക്ഷെ അതിന് നല്ല നീളത്തിലാണ് ഇൻസുലേഷൻ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറാണ് കിടക്കുന്നത്. അതെ. അപ്പോൾ അത് എന്താണെന്ന് അവർ പറഞ്ഞു, അങ്ങനെ അത്രയും നീളത്തിൽ ഇൻസുലേഷൻ വരാൻ കാര്യം? അവർ പറയുന്ന എല്ലാ വണ്ടിക്കും ഇങ്ങനെയാണെന്നാണ് ഒരാൾ സൂചിപ്പിച്ചത്. നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് അറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ജോയിന്റിന് മാത്രം ഇൻസുലേഷൻ ഉണ്ട്, ഇത്ര നീളത്തിൽ കൊടുത്തിട്ടില്ല. അതുമല്ല, പിന്നെ മഞ്ഞ കളറൊന്നും അല്ലല്ലോ ടേപ്പ് അടിച്ചേക്കെന്ന് പറയുന്നത്. ഇതിന് വണ്ടിക്ക് നമ്പറൊന്നും ആയില്ലായിരുന്നോ? ഇല്ല, TP മാത്രമേ ഉള്ളൂ. ഓക്കെ. നമ്പർ എടുക്കാമെന്ന് വിചാരിച്ചാണ്, TP ഉള്ളൂ, പക്ഷേ രജിസ്റ്റർ ചെയ്യുന്നില്ല. ഇപ്പം ഇനി ഒരു വാഹനം അതിപ്പം EV ആണെങ്കിലും മറ്റ് ഐസ് എഞ്ചിൻ വാഹനമാണെങ്കിലും എടുക്കുന്നവർ ചില കാര്യങ്ങളൊക്കെ ഇനി ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് വണ്ടി നമ്മുടെ പേരിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും നമ്മുടെ തലയ്ക്ക് വെച്ച് തരുന്നതുകൊണ്ട് തന്നെ നമ്മൾ രജിസ്ട്രേഷന് മുന്നേ തന്നെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വാഹനം കണ്ട് അതിൻ്റെ ഈച്ച് ആൻഡ് എവരി പാർട്ട് നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ വാങ്ങാവുള്ളൂ. അത് നമ്മൾ വളരെയധികം നോക്കാൻ അറിയത്തില്ലെങ്കിൽ അറിയുന്ന ഒരാളെ കൊണ്ട് പോയി മനസ്സിലാക്കി വാങ്ങേണ്ടിയിരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും വരും. നമ്മൾ അറിയുന്നത് ഒരുപാട് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വിഷമിച്ചിട്ട് പിന്നെ കാര്യമില്ല. പിന്നെ നമ്മുടെ മനസ്സമാധാനം പോയി. പിന്നെ നമ്മൾ കേസും കാര്യങ്ങളുമായിട്ട് പോകണം, അവരുമായിട്ട് ഉടക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ലോണം റെസ്പോണ്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സമാധാനം കിട്ടും. ഇത് പിന്നെ അങ്ങനെ ഒരു സംഭവം അതിനകത്തില്ലല്ലോ. പിന്നെ നമ്മൾ തന്നെ സ്വയമേ അനുഭവിക്കുക. നമ്മൾ ഈ പ്രശ്നമായിട്ട് ചെന്നപ്പോൾ അവരുടെ മനോഭാവം എന്തായിരുന്നു? വളരെ മോശം അനുഭവം.
ആദ്യം വണ്ടി എടുത്തപ്പോഴുള്ള മനോഭാവമേ അല്ല അവരുടെ മോശം, വളരെ ധാർഷ്ട്യമായിട്ടുള്ള മോശം മനോഭാവമാണ് അവർക്ക്. അവർക്ക് ഓൾറെഡി പ്ലാനിങ് ആണല്ലേ, വണ്ടി മാറി തരൂലെന്ന പ്ലാനിങ് ആണ്. പിന്നെ അതനുസരിച്ചുള്ളതാണ്. നമ്മൾ കൂടുതൽ തർക്കിച്ചപ്പം അവനവൻ്റെ വഴി നോക്കാൻ പറയുന്ന അവസ്ഥയ്ക്ക് അപ്പുറത്ത് പിന്നെ ആരും ഒന്നും അനങ്ങിട്ടില്ല. അങ്ങനെയാണ് പിന്നെ നമ്മൾ കൺസ്യൂമറിലോട്ട് പോകുന്ന അവസ്ഥ. കാരണം ഇവരിപ്പം വണ്ടി വിറ്റ് കഴിയുമ്പോൾ വണ്ടി അതോടുകൂടി അവർ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അവർ ബിഹേവ് ചെയ്തത്. ഓക്കെ, അപ്പം നമ്മളിത് ഇപ്പം വണ്ടി വിൽക്കുന്നവരാണെങ്കിലും ശരി വാങ്ങുന്നവരാണെങ്കിലും ശരി, ഇപ്പം ഇതിൻ്റെ ഒരുപക്ഷെ മാനേജ്മെൻറ്റ് ഇത് അറിയണമെന്നില്ല, ചിലപ്പോൾ സ്റ്റാഫിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ഒരിക്കലും വരില്ല, അങ്ങനെ ഒരിക്കലും വരത്തില്ല. ഇത് മാനേജ്മെൻറ്റ് അറിയാതെ ഈ 10 മാസം കടന്ന് ഈ നശിച്ച വണ്ടി ഒരിക്കലും വിൽക്കാൻ പറ്റൂല. അത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ അവരെ വെറുതെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാനേജ്മെൻറ്റ് അറിയാതെ എങ്ങനെ 10 അല്ല, ഞാൻ അങ്ങനെയല്ല, ഇപ്പം പഴക്കം ഉണ്ടാവാം, പക്ഷെ അത് മാന്യമായ രീതിയിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി 8 മാസം മുമ്പ് വന്ന വണ്ടിയാണ്, അത് വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് വേണം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ. അങ്ങനെ കൊടുക്കുമ്പോൾ ആ വണ്ടിക്ക് വില കുറച്ച് കൊടുക്കണം. വില കുറയ്ക്കാം, നാട്ടിലുള്ള വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് അവർ വണ്ടി തന്നേക്കുന്നത്. വിലയും കുറയ്ക്കാൻ മാത്രമല്ല വൃത്തിയായിട്ട് തരാം, അതാണ് മെയിൻ സംഭവം. വൃത്തിക്ക് അവരുടെ വൃത്തി എന്നുള്ളത് ശരിക്കും വേണ്ടുന്നതാണ്. ഇത് വൃത്തികേടിന്റെ പ്രശ്നമല്ലോ ഉള്ളതെന്ന് പറഞ്ഞാൽ, നശിച്ച വണ്ടിയല്ലേ. ഇപ്പം നശിച്ച വണ്ടിയെ വൃത്തിയാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പോ ഒരു നശിച്ചു പോയ കടന്ന് തുരുമ്പിച്ച് ദ്രവിച്ച് നശിച്ചു പോയ എലിയോ മറ്റു സാധനങ്ങളോ എന്തൊക്കെയോ കയറി നശിപ്പിച്ച് കടന്നൊരു വണ്ടിയാണ്. അത് ഇവർ എത്ര വൃത്തിയാക്കിയാലും ഒരു ലിമിറ്റിൻ്റെ അപ്പുറം അവർക്ക് വൃത്തിയാക്കാനല്ല. ഫ്രഷ് വണ്ടി എടുത്ത് കാണിച്ചിട്ട് ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പുതിയതാണെന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമുക്കൊരു പുതിയ വണ്ടി എടുത്തിട്ട് നോക്കുമ്പോൾ ഇതോടെ കമ്പയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇതാണ് പുതിയ സാധനം, ഇത് ഏതാ സംഭവം. അതായത് സൗജന്യമായിട്ട് നമുക്ക് തരുന്നതല്ലല്ലോ. ഈ ഷോറൂമുകളാണെങ്കിലും ശരി, അവിടുത്തെ സ്റ്റാഫാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇത് നിങ്ങളുടെ ഒരു അന്നമാണ്, നമ്മൾ ചെയ്യുന്ന ഒരു തൊഴിൽ, അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ആ തൊഴിലിനോട് നമുക്കൊരു നീതി പുലർത്താൻ പറ്റണം. കാരണം നമുക്ക് വരുമാനം ഉണ്ടാകാൻ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്ത് അരി വേകണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സ് അവിടെ പോയി വാഹനം വാങ്ങുന്നതുകൊണ്ടാണ്. അപ്പം നമ്മളെ സംതൃപ്തരായി മടക്കി അയക്കുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്, അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയുമല്ലോ, കഴിക്കുന്ന ഭക്ഷണത്തിനോട് കൂറ് പുലർത്തണമെന്ന്. അത് അല്ലെങ്കിൽ ആ ഒരു കൂറില്ലാത്തതുകൊണ്ടാണ് പലരും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജോലി നമ്മൾ കൃത്യമായിട്ട്, സാലറി അല്ല, ചെറിയ ശമ്പളമാണെങ്കിലും ശരി, വലിയ ശമ്പളമാണെങ്കിലും ശരി, ഏത് ഒരു ഇൻകം നമുക്കുണ്ടാകുന്നു, ആ ഇൻകത്തിന് നിദാനമായി എന്താണോ ഉള്ളത് അതിനോട് നമുക്ക് നീതി പുലർത്താനും കൂറ് പുലർത്താനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല സർവീസ് ആ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇവൻ മേടിച്ചുകൊണ്ട് പോട്ടെ, ബാക്കി ഇനി അവരുടെ കസ്റ്റമറായി മാറുന്നില്ല. കാരണം നമ്മളിനിയും ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു വണ്ടി മേടിക്കുന്നത്, അത് ചിലപ്പം ഈ ഒരു ബ്രാൻഡ് ആകണമെന്നില്ല. അപ്പോൾ അവനും അതായിരിക്കും കരുതുന്നത്, ഇനി ഇദ്ദേഹം വരുന്നില്ലല്ലോ മറ്റൊരു കസ്റ്റമർ. അങ്ങനെ കരുതിയാൽ നമ്മളെ ഒരു ചൊല്ലുണ്ടല്ലോ, എല്ലാവരെയും കുറേ പേരെ കുറച്ച് നാൾ പറ്റിക്കാം, എല്ലാവരെയും എക്കാലം പറ്റിക്കാൻ പറ്റില്ല. അങ്ങനെ കാരണം ഇന്ന് സോഷ്യൽ മീഡിയാസും അല്ലെങ്കിൽ ആൾക്കാർ പലതിനെക്കുറിച്ച് അവെയറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, പണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നായിരിക്കും, പക്ഷെ അത് നമ്മുടെ ചെവികളിൽ എത്താത്തത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ അന്ന് സ്ട്രോങ് അല്ലായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് എവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും 10 പേരെങ്കിൽ, പണ്ട് 10 പേർ അറിഞ്ഞിരുന്ന സ്ഥാനത്ത് ഇന്ന് 1000 പേരറിയും. ഇത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഈ ഓരോ പ്രസ്ഥാനത്തിലിരിക്കുന്നവർക്ക് ഉണ്ടാവണം. നമ്മൾ ഈ പറഞ്ഞ താമസിച്ച് പോയി ക്ലീൻ ചെയ്തില്ല എന്നൊരു വിഷയത്തിനുപരി ഇത് ഒരു EV ആണ്, ഇലക്ട്രോണിക് വെഹിക്കിളാണ്. ഇതിനകത്ത് മറ്റേ വണ്ടി സാധാരണ എഞ്ചിനുള്ള വണ്ടി പോലുള്ള സംഭവം അല്ല. നമ്മളതൊരു സിമ്പിളായിട്ട് ചിന്തിക്കാൻ പാടില്ല. 8 മാസം ഈ വാഹനം അവർ അലക്ഷ്യമായിട്ട് സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് 100% അതിൻ്റെ വാഹനം പോലെ തന്നെ ബാറ്ററി ഒക്കെ ഏജിങ് ആയി കഴിഞ്ഞു. ഏജിങ് ആയെന്ന് പറഞ്ഞാൽ ചാർജിങ് ഡിസ്ചാർജിങ് പ്രോപ്പറായിട്ട് നടക്കാതെ ഇത്രയും കാലം കിടന്നു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ നമ്മൾ ഓടി തുടങ്ങുമ്പോഴേ ബാറ്ററി മാറേണ്ട അവസ്ഥയ്ക്കാണ്. ഈ പറഞ്ഞില്ല, ഇനി ഈ ബാറ്ററി മാറണമെന്നുണ്ടെങ്കിൽ ഒരാൾ കൊണ്ടുവരുന്ന എത്ര നാൾ നടന്നാൽ എവിടെയൊക്കെ നടന്നാൽ ബാറ്ററി ഏത് സ്ഥലത്ത് ചെന്നാൽ പ്രോപ്പറായിട്ട് ബാറ്ററി മാറി തരും നമുക്ക് പോലും പരിചയമില്ല. ഇവരുടെ കൊണ്ട് ബാറ്ററി മാറ്റാൻ പറ്റുന്ന കാര്യമാണ്, നടക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ വാഹനം എടുത്ത് ഡെയിലി കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം വന്ന് നമുക്ക് സഹിക്കാവുന്ന കേസുള്ളൂ. ഞാൻ മുമ്പും പറഞ്ഞിട്ട് സഹിക്കാവുന്ന കേസുള്ളൂ. പക്ഷേ ഇത് ശരിക്കും തുടക്കത്തിൽ നമ്മളെ പറ്റിച്ച് നമ്മുടെ തലയിൽ ഒരാളെ വിശ്വസിച്ച് പോയെന്ന് പറഞ്ഞാൽ അത്രയും വലിയ വിശ്വാസവഞ്ചന ഗൂഢാലോചന നടത്തി ഇത്രയും പേരെല്ലാവരും ഇരുന്ന് കൂടി ആലോചിച്ച് ഒരുത്തിന് തലയിൽ അടിച്ചേപ്പിച്ചിട്ടിട്ട് പിന്നെ അതിനകത്ത് വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സ്വാഭാവികമായിട്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതിനകത്ത് വാഹനം മാറി തരാൻ നമ്മൾ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് എന്ത് കാര്യങ്ങളും അവരുടെ ഇന്ത്യയുള്ള സംവിധാനം അവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അന്നേരം മാറി പുതുപുത്തൻ വണ്ടി നമ്മൾ ഏത് വണ്ടിയാണോ കാണിച്ച് അതേപോലുള്ള പുതിയ വാഹനം നമുക്ക് തരേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട വണ്ടികളൊന്നും നമ്പർ നോട്ട് ചെയ്യാനോ എഞ്ചിൻ നമ്പർ ജേസ് നമ്പർ ഒന്ന് നോട്ട് ചെയ്യാനോ നമുക്ക് അല്ലെങ്കിൽ ഈ മോട്ടോർ നമ്പർ നോട്ട് ചെയ്യാനോ നമുക്ക് തോന്നിയില്ല. കാരണം വിശ്വാസം എന്നൊരു സംഭവമുണ്ട്, പുതിയ വാഹനം എന്നുള്ള വിശ്വാസം ഉണ്ടതുകൊണ്ട് നമുക്ക് തോന്നിയില്ല. അപ്പോൾ തുടർന്ന് ഇനി ആര് പോയാലും അവരോട് പറയാനുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് എല്ലാം മനസ്സിലാക്കി മാത്രമേ വാഹനം വാങ്ങാവുള്ളൂ. അതെ, ഇനി നമ്മളൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളെ പേരിലേക്ക് മാറുന്നതിന് മുമ്പ് ബോധ്യപ്പെട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വാങ്ങാൻ ശ്രമിക്കുക. കാരണം ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, പല ബ്രാൻഡുകളിൽ പല ഷോറൂമുകളിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ അത് അഡ്വാൻസ് കൊടുത്തതിന് ശേഷം നമ്മളിലേക്ക്
നമ്മളെല്ലാം ഫുൾ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം നമ്മളിലേക്ക് അത് വണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബോധ്യപ്പെട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വാങ്ങുക. നമുക്ക് തിരക്കൊക്കെ ഉണ്ടാവാം, ബുദ്ധിമുട്ടുകളുണ്ടാവാം, പക്ഷേ നമ്മളൊരു ചെറിയ കാലയളവിലേക്കല്ല ഈ വാഹനം വാങ്ങുന്നത്. ബുദ്ധിമുട്ടല്ല, നമുക്ക് ആഗ്രഹം ഉണ്ടാവാം. നമ്മളൊരു പുതിയ വാഹനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വീട് വയ്ക്കുന്നു, വാഹനം എടുക്കുന്നത് നമുക്ക് ആഗ്രഹമാണ്, ഭയങ്കരമായിട്ട് ആഗ്രഹം വരും. അപ്പോൾ നമ്മൾ ആഗ്രഹം വരുമ്പോഴേക്കും എന്ത് ചെയ്യും, ചെറിയ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും. കാരണം ആ ആഗ്രഹത്തിൻ്റെ പുറത്തും വിശ്വാസത്തിൻ്റെ പുറത്തും മറന്നു. അങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് പറഞ്ഞാൽ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി വാഹനം എടുക്കാൻ പോകുമ്പോൾ നമ്മളിതെല്ലാം ശ്രദ്ധിക്കും. പക്ഷെ നമ്മുടെ അവസ്ഥ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം മറന്നു പോകും. അങ്ങനെ വിശ്വാസത്തിലോട്ട് നമ്മൾ അർപ്പിച്ച് കഴിഞ്ഞു. വിശ്വാസം എന്നൊരു സാധനം അവർക്ക് വിട്ടുകൊടുത്തപ്പോഴേക്കും നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മുടെ അടുത്ത സാധനമാണ്. സ്വാഭാവികമായിട്ടും ഈ അവസ്ഥയുണ്ടായി. ഇതിപ്പോൾ നമുക്കുണ്ടായ അവസ്ഥ ചെറിയ അവസ്ഥയല്ല. അപ്പോൾ 6 മാസമായിട്ട് കയറ്റിയിട്ടേക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, ഓടിക്കില്ല. ആ അവസ്ഥ നമുക്ക് മനസ്സിലാവും. ഒരു വണ്ടി ഇത്രയും 11.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കൊടുത്ത് വാങ്ങിയതിന് ശേഷം കഴിഞ്ഞ 6 മാസമായിട്ട് അത് ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല CC എടുത്ത വണ്ടിയാണ്. EMI എത്ര വരുന്നുണ്ട് ചേട്ടാ? 15 രൂപ CC മാസം അടച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 6 മാസമായിട്ട് CC അടയ്ക്കുന്നു. എന്നിട്ട് ആ വാഹനം ഓടിക്കാൻ പറ്റുന്നില്ല. കേസും മറ്റു കാര്യങ്ങളുമായിട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നു. അപ്പോൾ ആ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏത് വണ്ടിയുടെ ഷോറൂമിലാണെങ്കിലും, ഇപ്പം ഇവർ ടാറ്റയുടെ വാഹനമാണ് എടുത്തിരിക്കുന്നത്. ടാറ്റയാണെങ്കിലും ശരി, മറ്റേത് ബ്രാൻഡാണെങ്കിലും ശരി, അതിൻ്റെ മാനേജ്മെൻറ്റ് തലത്തിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ച് എല്ലാവരും കയ്യിൽ കാശ് വെച്ചുകൊണ്ടൊന്നും അല്ല വാഹനം വാങ്ങുന്നത്. നമ്മുടെ ഒരു ഡ്രീമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു ഏറെക്കാലത്തെ ഒരു സ്വപ്നമാണ് ഒരു വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വന്തമായി കഴിയുമ്പോൾ അത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള വാഹനമാണെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും ഇപ്പം കേസുമായിട്ടാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അപ്പം അത് നല്ല രീതിയിൽ അത് പര്യവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം ഓക്കെ ഏട്ടാ, കാണാം. താങ്ക് യു.